എല്ലാവർക്കും നമസ്കാരം. എന്റർടൈൻമെന്റ് കിഴിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. യെസ്, എന്റർടൈൻമെന്റ് കിഴി എപ്പിസോഡാണ്. ഒരുപാട് അപ്ഡേറ്റ്സ് ഉണ്ട്. എല്ലാം കിഴിക്കത്തിന്റെ കിഴിയിലേക്ക് പോവാം. ഇന്ന് സിനിമക്കും പോകാനുണ്ട് കേട്ടോ. കിഴിയിലേക്ക് മാത്രം പോയ പോരാന്ന്. ഏതാണ്? ഓഫീസർ ഓൺ ഡ്യൂട്ടി. ഞാൻ എന്റെ ഡ്യൂട്ടി എടുത്തിട്ട് പെട്ടെന്ന് പോട്ടെ. നീ വരുന്നില്ലേ? പെട്ടെന്ന് ഡ്യൂട്ടി ചെയ്തു. ദ പെറ്റ് ഡിറ്റക്റ്റീവ് സിനിമയുടെ റിലീസ് ഡേറ്റ് പുറത്തു വന്നിട്ടുണ്ട്. ഏപ്രിൽ 25. ഓക്കെ, സിനിമ ന്യൂ പോസ്റ്റർ വന്നിട്ടുണ്ട്. അനുപമ പരമേശ്വരന്റെ ബർത്ത്ഡേ ആയിരുന്നു ഇന്നലെ. ബർത്ത്ഡേ സ്പെഷ്യൽ ആയിട്ട് വന്നിട്ടുള്ള ഒരു പോസ്റ്ററാണ്. ആളുടെ ഒരു കിടിലൻ കിക്കാണ് കാണുന്നത് പോസ്റ്ററിൽ. ഇത് പിന്നെ ആൾക്കിപ്പോ വലിയ പുത്തിരിയാണ്, നിസ്സാര കാര്യമാണ്. ആള് സിമ്പിളായിട്ട് ചെയ്യും. തെലുങ്കിലൊക്കെ ഇത് സിമ്പിളായിട്ട് ചെയ്യും, തകർത്തോണ്ടിരിക്കുന്നതാണ്. ഫൈറ്റൊക്കെ നന്നായിട്ട് ചെയ്യും. എന്താണെങ്കിലും പ്രണീഷ് വിജയനാണ് സിനിമ ഡയറക്ട് ചെയ്യുന്നത് കേട്ടോ. യെസ്, ഷറഫുദ്ദീനാണ് നായകൻ. ഒരുപാട് പ്രതീക്ഷയുള്ള സിനിമയാണ്. ഓക്കെ, അടുത്തത് മദ്രാസി. AR മുരുകദോസ് സംവിധാനം ചെയ്യുന്ന നമ്മുടെ ശിവകാർത്തികേയൻ നായകനാവുന്ന സിനിമയുടെ ഒരു സംഭവം വന്നിട്ടുണ്ട്. അതായത് അണ്ടർ കവർ പോലീസ് ഓഫീസറായിട്ടായിരിക്കും നമ്മുടെ ശിവകാർത്തികൻ ഇതിൽ വരുന്നത് എന്നുള്ളൊരു ന്യൂസ് വരുന്നുണ്ട്. പിന്നെ നമ്മുടെ AR മുരുകദോസ് തന്നെ പറഞ്ഞിട്ടുണ്ട്, ഗജിനി സിനിമ അല്ലേ, അതിൽ സൂര്യയുടെ ക്യാരക്ടർ ഒരു മെമ്മറി ലോസ് സംഭവം ഉണ്ടല്ലോ. അതായത് ഇടയ്ക്ക് ചില കാര്യങ്ങൾ മറന്നു പോകും. അതുപോലെ മറ്റൊരു എന്തോ ഒരു എലമെന്റ് ഈ സിനിമയിൽ ശിവകാർത്തികന്റെ കഥാപാത്രത്തിന് ഉണ്ട് എന്നുള്ളതാണ്. പൊളിക്കും. 2 ഷെയ്ഡ് ഉണ്ടാവും എന്തായാലും. അതെന്തായാലും ഗംഭീരമായിട്ടോ, അത് നല്ല കാര്യമാണ്. അടുത്തത് പുഷ്പ 2. അടിപൊളി. സിനിമയുടെ ടോട്ടൽ കളക്ഷൻ 1871 CR. എത്ര? 1871 CR. പല ആൾക്കാർ 2200 2300 ഒക്കെ പറയുന്നുണ്ട്. അതുകൊണ്ട് എടുത്തു പറഞ്ഞാട്ടോ ഒന്നും കൂടി കയറി ഇറങ്ങിയാൽ മേ ബി ഇതിനേക്കാളും പറയുന്നത്. ഓക്കെ, അടുത്ത കിഴി. അയ്യോ, ഗെറ്റ് സെറ്റ് ബേബ്. നാളെ ഇറങ്ങാനുള്ള സിനിമ കേട്ടോ. അറിയാം. ഗെറ്റ് സെറ്റ് ബേബ് ഉണ്ണി മുകുന്ദൻ നായകനാവുന്ന സിനിമയാണ്. നായിക നിഖില വിമൽ. ഓക്കെ, സിനിമ സംവിധാനം ചെയ്യുന്നത് വിനയ് ഗോവിന്ദ്. സിനിമയുടെ സെൻസറിങ് കഴിഞ്ഞിട്ടുണ്ട്. പക്ക ക്ലീൻ യു സർട്ടിഫിക്കറ്റ് ആണ് കിട്ടിയിരിക്കുന്നത്. ഒന്ന് ചിന്തിച്ച് നോക്കണം. പക്ക A സർട്ടിഫിക്കറ്റ് ആയിരുന്നു. ഇതിന്റെ നേരെ തൊട്ട് മുമ്പുള്ള സിനിമ എയിൽ നിന്ന് നേരെ യുയിലേക്ക്. എന്താല്ലേ, അധികം ദൂരമൊന്നുമില്ല. അടുത്തത് വരുമ്പോ UA വരും. എന്തല്ലേ, വിടാമുയർച്ചി സിനിമ ലീക്ക് ആയിട്ടുണ്ട്. മൊത്തത്തിൽ എല്ലായിടത്തും വന്നിട്ടുണ്ട്. HD ക്വാളിറ്റിയിൽ തന്നെ സാധനം വന്നിട്ടുണ്ട് കേട്ടോ. എന്തോ ഒരു പരിപാടിയാന്ന് പറയാം. തിയേറ്ററിൽ കളിക്കുന്നതാണ് എന്താണെങ്കിലും. പക്ഷെ ഏതാണ്ടൊക്കെ റണ്ണൊക്കെ നിന്നിട്ടുണ്ട്. പക്ഷെ എങ്കിലും വളരെ മോശം കാര്യം. എന്നാലും അവര് വിടാനുള്ളൊരു സമയമുണ്ടല്ലോ. അത് പണ്ടത്തെ പോലെ കുറെ നീണ്ടൊന്നും പോകുന്നില്ലല്ലോ. 1 മാസത്തിനുള്ളിലൊക്കെ എന്തായാലും വരൂലേ. പിന്നെ എന്തിനാണ് ഈ ലീക്ക് ഇറക്കുന്നത്? അധികം കാത്തിരിക്കേണ്ട സംഭവമില്ല. അങ്ങനൊരു കാലഘട്ടമല്ല ഇപ്പൊ ഇത്. വളരെ പെട്ടെന്ന് തന്നെ OTT വരും. അതിന് മുൻപേ ഇത് ലീക്കാക്കുന്നു. അപാരം തന്നെ. ഒരാഴ്ചക്കൊക്കെ ശേഷം OTT പ്ലാൻ ചെയ്തപ്പോൾ ഇവരെന്ത് ചെയ്യുന്നറിയോ, സിനിമ റിലീസിന് മുമ്പേ ലീക്കാക്കും. തിയേറ്ററിൽ കളിക്കണ്ടാന്ന് ഞങ്ങൾ ഇവിടെ എന്താ പറയാ, ലീക്ക്ഡ് വന്നിട്ട് തിയേറ്ററിൽ റൺ ചെയ്താൽ മതി. അതെ, ഓക്കെ. ചിലപ്പോ ഫയലേ കിട്ടില്ല ഇവർക്ക് തിയേറ്ററിൽ ഇറക്കാൻ. എന്നിട്ട് ഈ ലീക്കായതാണ് അവിടെ കളിപ്പിക്കേണ്ടി. ഒക്കെ ചെയ്തിട്ട് നല്ല ക്വാളിറ്റി ഒക്കെ കൂട്ടിയിട്ട്. ഓക്കെ, അടുത്ത കിഴി. സൂര്യ ലോകേഷ് കനകരാജ് മൂവി. KVN പ്രൊഡക്ഷൻസിന്റെ ബാനറിൽ വരുന്ന ഒരു സിനിമ ഉണ്ട്. അതായത് ലോകേഷ് സംവിധാനം ചെയ്യുന്ന സിനിമ. അത് റോളക്സ് ആയിരിക്കും എന്നുള്ള റൂമറായിരുന്നു. പക്ഷെ അങ്ങനെയല്ല കേൾക്കുന്നത്. ഇത് മറ്റൊരു സിനിമയ്ക്ക് വേണ്ടിയിട്ടാണ് ഇവർ ഒരുമിക്കുന്നതാണ്. മേ ബി അത് മായാവി. അതെന്തായാലും ചാൻസ് ഇല്ല. അതെന്തായാലും അങ്ങോട്ടേക്കുള്ളത് ഏകദേശം ഭയങ്കരമായിട്ട് അത് ആമിർ ഖാൻ പോയില്ലേ. സാധ്യതയുണ്ട്, പറയാൻ പറ്റില്ല. എന്നാലും രണ്ടുപേരും ഒരുമിച്ച് വരേണ്ട ആവശ്യമില്ലല്ലോ. ഇല്ലല്ലോ, അങ്ങനെ ആവോനി രജനി 2 ഒക്കെ പറയാം. ഇനി ഇവർ രണ്ടുപേരും ഒരുമിച്ച് അങ്ങ് ചെയ്താലോ. ഒരു പ്രതീക്ഷയും വേണ്ട. വെറുതെ എന്തിനാ പ്രതീക്ഷിക്കണേ? വേണ്ട, പ്രതീക്ഷിക്കണ്ട. അടുത്തത് ഹിറ്റ് എത്ര? സിനിമയുടെ 1, അതായത് ഹിറ്റ് 1, ഹിറ്റ് 2, ഹിറ്റ് 2-ല് ഹിറ്റ് 1-ലെ താരങ്ങള് ഈ സിനിമയില് കാമിയോ ഉണ്ടാവും. അതായത് ഹിറ്റ് 3-ല് ക്ലൈമാക്സിൽ. യെസ്, അതായത് വിശ്വക് സെന്നും പിന്നെ ആദിവിശേഷും. അടിപൊളി. അങ്ങനെയാണെങ്കിൽ അത് എന്തായിരിക്കും ക്ലൈമാക്സ്? അപ്പോഴാണ് ശരിക്ക് ഹിറ്റ് 3 എന്ന് പറയുന്ന പേര് നടക്കുക. അതായത് 1-ലെ താരം വരുന്നു, 2-ലെ താരങ്ങൾ വരുന്നു, ഹിറ്റ് 3-ലേക്ക് ആകുമ്പോ അപ്പോഴാണ് അതിന്റെ സെറ്റ് ആവുള്ളൂ. ഹിറ്റ് 2-ല് നമ്മുടെ ഇവരുണ്ടല്ലോ, നാനി. യെസ്. അടുത്ത കിഴി
കൂലി സിനിമയിൽ പൂജ ഹെഗ്ഡെ ഒരു ഐറ്റം സോങ് ചെയ്യുന്നുണ്ട് എന്നുള്ള ഒരു റൂമർ വരുന്നുണ്ട്. ഓക്കെ, ചെയ്തോട്ടെ. ലോകേഷ് ഒരുക്കുന്ന സിനിമയാണ്. ലോകേഷ് നിന്റെ കൂടെ ഉണ്ടാളിയാ? നമ്മുടെ രജനികാന്ത് നായകനാവുന്ന സിനിമയാണ്. ആമിർ ഖാൻ ഇതിൽ പ്രധാന വേഷം ചെയ്യുന്നുണ്ട്. കാമിയാണ് കേട്ടോ, പ്രധാന വേഷമാണ് കാമിയാണ്. കൊണ്ടുപോയിട്ട് ഒരു താറാമുട്ടൻ ചായ മേടിച്ചു കൊടുക്കാം. അടുത്ത സിനിമയിലേക്ക് ഒന്നുകൂടി പവറായിട്ട് പുഷ്ടിപ്പെട്ട് വരട്ടെ. അങ്ങനെ അതിനുള്ളതാണ് ഈ കാമിയോ ആണല്ലേ. ഈ കാമിയോയിൽ അത് അങ്ങ് കയറ്റി വെക്കും. പിന്നെ അവർ തമ്മിലുള്ള ബന്ധങ്ങൾ വളരും. പിന്നെ ആമിർ ഖാനും ലോകേഷും തമ്മിലുള്ള ഈ വയലൻസ് സിനിമകൾ ഇങ്ങനെ ബോളിവുഡിൽ ഇങ്ങനെ ഇറക്കി വിടും. ഇവർക്ക് അറിയാം അവിടെ ഉള്ളവരൊന്നും ഇനി പിടിച്ചിട്ട് കാര്യമില്ല, സൗത്ത് ഇന്ത്യയിൽ നല്ല പണി അറിയുന്നവരെ പിടിച്ചിട്ട് കാര്യമുള്ളൂ. അടുത്തത് NTR പ്രശാന്ത് നീൽ മൂവി. സിനിമയുടെ ഷൂട്ട് ഇന്ന് തുടങ്ങും എന്നാണ് കേൾക്കുന്നത് കേട്ടോ. ഓക്കെ, എന്തൊക്കെയായിരുന്നു പേരുകൾ പ്ലാൻ ചെയ്യുന്നുണ്ട്? ഡ്രാഗൺ. പിന്നെ വേറൊരു പേര് ഉണ്ടായിരുന്നല്ലോ. അയ്യോ, അതേപോലെ തന്നെ എൻട്രി ഓഫ് ഡ്രാഗൺ. ഓക്കെ, അടുത്ത കിഴി വീരധീര സൂരൻ. ചിയാൻ വിക്രം നായകനാവുന്ന സിനിമയാണ്. ദുഷര വിജയനാണ് ഇതിലെ നായിക. ഓക്കെ, നമ്മുടെ മലയാളത്തിൽ നിന്ന് സുരാജ് വെഞ്ഞാറമൂട് പ്രധാന വേഷം ചെയ്യുന്നുണ്ട്. ഈ സിനിമ സംവിധാനം ചെയ്യുന്നത് S.U. അരുൺകുമാറാണ്. സിനിമയുടെ നെക്സ്റ്റ് ഷെഡ്യൂൾ ഇതിനെക്കുറിച്ച് നമ്മുടെ ജിനേഷ് ഫിലിപ്പ് പറയുന്നതാണ്. നെക്സ്റ്റ് ഷെഡ്യൂൾ ഇതിനെക്കുറിച്ച് എനിക്ക് അറിഞ്ഞൂടെ കണ്ടന്റ് എന്താന്ന്. പേര് മാത്രം ഞാൻ വായിച്ചു. പേര് മാത്രം അതിന് കണ്ടന്റ് ഓർത്തിരിച്ചിട്ടില്ല, മറന്നുപോയി. എന്താണ് അതിന്റെ ഓസ്ട്രിയ റൈറ്റ്സ്, അതായത് തിയേറ്റർ റൈറ്റ്സ് എടുത്തിരിക്കുന്നത് മറ്റെന്തായിരുന്നു സിനിമയുടെ ഹോളിവുഡ് മൾട്ടിപ്ലക്സ്. അവരാണ് ഇത് എടുത്തിരിക്കുന്നത്. മെഗാപ്ലെക്സ്, സോറി മൾട്ടിപ്ലെക്സ് അല്ല, മെഗാപ്ലെക്സ്. അത് പറയാനിരുന്നിട്ട് അറിയില്ല, ഓർമ്മല്ല. സിനിമയുടെ റിലീസ് ഡേറ്റ് വരെ വന്നു, എന്നിട്ടാണ് മറ്റേ ഷൂട്ടിങ്ങിന് പോകണം ഇനി ഓസ്ട്രേലിയക്ക്. മാർച്ച് 27 റിലീസ്. ഇപ്പോഴും അത് അങ്ങനെ തന്നെയാണ് കിടക്കുന്നത്. റൂമറുകളൊക്കെ വരുന്നുണ്ടായിരുന്നു ചേഞ്ച് ആകും എന്നുള്ളത്. അറിയത്തില്ല, നോക്കാം, സമയമുണ്ടല്ലോ. മൊത്തത്തിൽ സോറി പറയേണ്ട അവസ്ഥ. ഞാൻ പിന്നെ വിട്ടുകളയാണ് പാവനെന്ന് വിളിച്ച്. ചാവ സിനിമയുടെ 5 ദിവസത്തെ കളക്ഷൻ 175 CR. എല്ലായിടത്തും നല്ല അഭിപ്രായം കിട്ടുന്നത്. ഫുൾ പോസിറ്റീവ്. കേരളത്തിൽ നിന്നും പുറത്തുനിന്നും എല്ലായിടത്തും. കേരളത്തിൽ നിന്ന് കിട്ടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നിങ്ങളുടെ വിജയമാണ് അല്ലേ? അതൊരു സത്യം. കാരണം കുറച്ചെങ്കിലും കൂടുതൽ ഇത് സിനിമ സെൻസ് ഉള്ളത് മലയാളികളാണെന്നുള്ളത് തോന്നിയിട്ടുണ്ട്. അതുകൊണ്ട് പറയാണ്. അതുകൊണ്ട് തന്നെ ഇവിടെയും ഈ പരീക്ഷ വിജയിച്ചിട്ടുണ്ട്. എന്തായാലും സിനിമ ഒരു സൂപ്പർ സ്റ്റാറിനെ ബോളിവുഡിന് സമ്മാനിച്ചിരിക്കുകയാണ്, നമ്മുടെ വിക്കി കൗശലിനെ. വെറുതെ നല്ലല്ലേ കത്രീന കൈഫ് തിരഞ്ഞെടുത്തത്. ഞാൻ ആ ഒരു സീന് മറ്റേ ഇത് ലീക്കായിട്ട് വന്നിട്ട് ഒരു സീൻ ഞാൻ കണ്ടായിരുന്നു കേട്ടോ. ഒരു ഫൈറ്റിന്റെ സിംഹമായിട്ടുള്ള ഒരു രക്ഷയില്ല, ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. അതിന്റെ വർക്കുകളും ഒക്കെ അടിപൊളിയായിട്ടുണ്ട്. സത്യം പറയാ, ഈ സിനിമ കാണണം എന്നുള്ള കട്ട ആഗ്രഹത്തിലാണ് ഇരിക്കുന്നത്. പക്ഷെ ഒരു നിവർത്തിയില്ല. ഞങ്ങളുടെ അടുത്തൊന്നും ഒരു തിയേറ്ററിലും ഈ സിനിമ വന്നിട്ടില്ല. 4 സ്ക്രീൻ, 3 സ്ക്രീൻ, 4, 3, 7 സ്ക്രീൻ, 9 സ്ക്രീൻ. അടുത്ത 9 സ്ക്രീൻ ഉണ്ട്. 9 സ്ക്രീനും ഇല്ല, 4-5 തിയേറ്ററിലില്ല. അത് വെറുതെ ഇരിക്കുകയാണ്. പിന്നെ ഞങ്ങൾ എന്ത് ചെയ്യാനാ? ഞങ്ങളിത് കാണാതെ എങ്ങനെ റിവ്യൂ ചെയ്യാനാ? ഒരുപാട് ആൾക്കാർ കമൻസ് ഇടുന്നുണ്ട്, നിങ്ങളതിൻ്റെ റിവ്യൂ എന്താ ഇടാത്തത്. ഒരു കമൻ്റ് ഉണ്ട്, നിങ്ങൾക്ക് പക്ഷാഭേദം ഇല്ലെങ്കിൽ തീർച്ചയായും ഇതിൻ്റെ റിവ്യൂ. എന്ത് പക്ഷാഭേദം? ഇതിനെന്താ പക്ഷാഭേദം? ഇനി വിക്കി കൗശാലുമായിട്ട് നമ്മളെ ശത്രുതയിലാക്കിയവര് നമ്മൾ എന്തെങ്കിലും വിക്കി കൗശാലിനെ വിമർശിച്ചിട്ടുണ്ടോ? എന്തിന്? അയാൾ അതിന് എന്ത് പറഞ്ഞിട്ട് അയാളെ വിമർശിക്കുന്നത്? അതെ, എല്ലാം സൂപ്പറാണ്. എന്ത് പറഞ്ഞ് വിമർശിക്കും മൂപ്പരെ? മറ്റുള്ള പല നടന്മാരെയും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ഒരു പല സമയത്തും പറഞ്ഞു. നമുക്ക് ഉണ്ണിമൂന്തന്റെ ഒക്കെ റിവ്യൂ ചെയ്യാത്ത സമയത്തൊക്കെ എങ്ങനെ വന്ന് പറയുന്നത് നമ്മൾ കേട്ടോ. അത് ജയ് ഗണേഷാണ് നമ്മൾ ഉണ്ണിമൂന്തന്റെ ഒരു ദിവസത്തെ വൈകിയത് റിവ്യൂ ഇടാൻ വേണ്ടിയിട്ട്. അതിന് തന്നെ ആ ഒരു ദിവസം കൊണ്ട് തന്നെ എന്തൊക്കെ കമന്റ് ആയിരുന്നിട്ട് എല്ലാ റിവ്യൂവേഴ്സും നേരുന്നുണ്ട്. മറ്റുള്ളവർക്ക് ഇപ്പോൾ മാളികപ്പുറം റിവ്യൂ ഇടാത്തവരുണ്ട്, അവർക്ക് നിങ്ങൾ അവിടെ വർഗീയതയാണ് വരുന്നത്. അതാണ് ഈ റിവ്യൂവേഴ്സിനെ ചീത്തയോട് ചീത്തയാണ്. അതേപോലെ എന്ത് പക്ഷാഭേദമാണ് ഇതിലുള്ളത്? ഇതെന്താ മനസ്സിലാവുന്നില്ലല്ലോ. ഞാനത് ആലോചിക്കണേ, എന്തിനാണ് പക്ഷാഭേദം? അല്ലെങ്കിൽ എന്തിനാണ് നമ്മൾക്ക് മൂപ്പരോട് വൈരാഗ്യം കാണിക്കേണ്ട ആവശ്യം എന്ത്? സംഭവം ഞാനും കത്രീന കൈഫും ഡേറ്റിങ്ങിന് പോയത് അല്ല, ഞങ്ങൾ പ്രേമത്തിലാണെന്നുള്ള രീതിയിൽ കുറച്ച് ന്യൂസൊക്കെ വന്നിട്ടുണ്ട്. അതിന്റെ പേരില് ഞാൻ പോയിക്കോട്ടെ ഇവിടുന്ന്. അല്ല, അതിന്റെ പേരിൽ അതൊക്കെ റൂമേഴ്സ്, അതൊന്നും സത്യമല്ല. അങ്ങനെ സംഭവം ഒന്നും ഉണ്ടായിട്ടില്ല. പിന്നെ എന്തിനാണ് വിക്കി കൗശാലുമായിട്ട് നമുക്ക് പ്രശ്നം? ഇത് വിക്കി കൗശാലല്ലല്ലോ പറഞ്ഞിട്ടുള്ളത്, ഇത് വേറെ ആരുമല്ല പറഞ്ഞിട്ടുള്ളത്. അല്ല, അതന്നെ. അതായത് നിങ്ങളുടെ എക്സിന്റെ കെട്ടിയവനാണ് എന്നുള്ളത് കൊണ്ട് നിങ്ങൾ പക്ഷാഭേദം കാണിക്കുന്നു എന്നുള്ളതാണ് അവർ ഉദ്ദേശിച്ചത്. ചിലപ്പോ ആയിരിക്കൂടാ. നിന്നെ മാത്രം ഉദ്ദേശിച്ചിട്ടുണ്ടാവുള്ളൂ, എന്നെ ഉദ്ദേശിച്ചിട്ടുണ്ടാവൂല.
ആ ഞാനും ആളുമായിട്ടല്ലേ എന്നുള്ളത്. നീയും ആളുമായിട്ട് മാത്രല്ലല്ലോ, നീയും എത്ര ആളുമായിട്ട് ഇങ്ങനത്തെ ന്യൂസ് വന്നേക്കുന്നു. കഴിഞ്ഞോ? അത് കളക്ഷൻ അല്ലേ പറയാനുണ്ടായിരുന്നുള്ളൂ, അത് പറഞ്ഞില്ലേ. ഓക്കെ, അടുത്ത കിഴി. എന്താണെങ്കിലും 200 കോടി ക്ലബിലേക്ക് 2 ദിവസം ഉണ്ടാവും. അതെ, ഫസ്റ്റത്തെ ബോളിവുഡ് സിനിമ സൂപ്പർ സ്റ്റാർ. നെക്സ്റ്റ് സൂപ്പർ സ്റ്റാർ ആണ്. അടുത്ത കിഴി റെട്രോ സിനിമയുടെ സെക്കൻഡ് സിംഗിൾ വരുന്നുണ്ട് അടുത്ത മാസം. അത് മിക്കവാറും മാർച്ചിൽ. അതേതായിരിക്കും? കുറച്ച് ഐറ്റം സോങ് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ നമ്മുടെ ശ്രീയാശറിന്റെ. അതിവിടെ അത് ശരി, അത് വന്നിട്ടില്ല അല്ലേ? ഇതുവരെ വന്നിട്ടില്ല, പറയാൻ പറ്റില്ല കേട്ടോ. എന്താണെങ്കിലും ഈ സോങ് പാടുന്നത് അനിരുദ്ധും പിന്നെ അസർ കോളിയാണ്. അതെന്തായാലും കൊള്ളാം. അനിരുദ്ധാണെങ്കിൽ കുറച്ച് സ്പീഡിൽ തന്നെ ആയിരിക്കും. അനിരുദ്ധാണെങ്കിൽ മിക്കവാറും ഒരു ഐറ്റം സോങ് പ്രതീക്ഷിക്കാം അല്ലേ? ഞാൻ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ കുറെ നേരം. കഥയും പറഞ്ഞുകൊണ്ടിരുന്ന സമയത്തെ അതാ കിടക്കുന്നത്. ഛത്രപതി ശിവജി. ഇത് നിനക്കുള്ളതാ. ഛത്രപതി ശിവജി മഹാരാജ. ഇപ്പൊ മകന്റെ കാര്യം പറഞ്ഞ് കേറിയിട്ടുള്ളൂ, അപ്പോഴേക്കും ഫാദർ വന്നു. ഛത്രപതി ശിവജി സിനിമയുടെ പുതിയ പോസ്റ്റർ പുറത്തു വന്നിട്ടുണ്ട്. ഋഷഭ് ഷെട്ടി നായകനാവുന്ന സിനിമയാണ്. സന്ദീപ് സിംഗ് ആണ് സിനിമ ഡയറക്റ്റ് ചെയ്യുന്നത് കേട്ടോ. 2027 ജനുവരി 21 സിനിമ റിലീസിനെത്തും. എപ്പോഴൊന്നും മെയിൻറ്റെയിൻ ഉണ്ടാവും അല്ലേ? പിന്നെന്തിനാണ് നീ ഇപ്പൊ പോസ്റ്റർ എടുത്തോണ്ട് വന്നത്? ഇപ്പൊ വന്നു, അതുകൊണ്ട് ഇട്ടു. ഓക്കെ, അടുത്ത LCU ചാപ്റ്റർ 0 ഷോർട്ട് ഫിലിം. LCU ഷോർട്ട് ഫിലിം വരുന്നത് ഡേറ്റ് വന്നിട്ടുണ്ട്. അതായത് നമ്മുടെ ലോകേഷിന്റെ ബർത്ത്ഡേക്ക് മാർച്ച് 14. അങ്ങനെ റൂമർ ഉണ്ട് കേട്ടോ. കാത്തിരിക്കാം, സാധ്യത കൂടുതൽ തന്നെയാണ്. കാരണം വർക്കൊക്കെ ഏകദേശം തീരുമാനമായിട്ടിരിക്കണം. അതെന്നോ കഴിഞ്ഞതാ. അതെ, 10 മിനിറ്റും കണ്ടാണ് അതിന്റെ ഡ്യൂറേഷൻ ഒക്കെ പറയുന്നത്. അതെ, അടുത്തത് ഒരു 8 മിനിറ്റ് ഒരു ചെറിയ പണിയുണ്ട്. ആ താത്താനോടൊന്ന് പറയട്ടെ, 2 മിനിറ്റ് കൂടി കല്ല് പൊട്ടും. ഇതെന്തെങ്കിലും കറക്റ്റ് ടൈമിലാണല്ലോ. കൊയ് അല്ല, ലാസ്റ്റ് 4 കിഴികളുള്ളൂ, കഴിഞ്ഞു. ഇപ്പൊ പറയാ, അവിടെ തന്നെ നോളി. ഇനി പറയാൻ പോകല്ലേ? അതെടുത്തിനോ? ഒന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. കുറഞ്ഞപ്പോ മനസ്സിലായി. നല്ല കിട്ടി. അടുത്തത് നിങ്ങളൊരു കിഴി കൊണ്ടുപോടാന്നൊക്കെ പറഞ്ഞു മൂപ്പത്തേരി കാണൂട്ടത്. വെറുതെ ആവശ്യമില്ലാത്ത പറഞ്ഞു പിടിപ്പിക്കാൻ ഭയങ്കര സഹകരണമാണ്. നമ്മള് പറയുമ്പോഴത്തേക്ക് മൂപ്പത്തേരോടെ മാറി എന്നിട്ട് അത് കഴിഞ്ഞിട്ട് പറഞ്ഞ. അതെ. അടുത്തത് ഗാന്ധർവ ജൂനിയർ സിനിമയുടെ ഷൂട്ട് മെയ് മാസം തുടങ്ങും എന്നാണ് കേൾക്കുന്നത്. ഉണ്ണിമൂന്തൻ, അതായത് 2025 ആള് തന്നെ പറഞ്ഞാണ് 2025 ഇനി വരാൻ പോകുന്ന സിനിമ ഗാന്ധർവ മാത്രമേ ഉണ്ടാവുള്ളൂ എന്ന് പറഞ്ഞു. അപ്പം മെയ് ഇനി അതിലേക്കായിരിക്കും ഫുള്ള് കോൺസെൻട്രേഷൻ. വലിയ സംഭവമായിട്ടില്ല. പിന്നെ 6 ലാംഗ്വേജിലാണ് സിനിമ വരുന്നത്. വിഷ്ണു അരവിന്ദാണ് സിനിമ ഡയറക്റ്റ് ചെയ്യുന്നത്. കുറെ വിഷ്ണുമാർ ഇറങ്ങിയിട്ടുണ്ട്. മലയാളത്തിൽ കിടന്നങ്ങ് കളിക്കുക. ഗോവിന്ദ് വിഷ്ണു ഇപ്പൊ വിഷ്ണു അരവിന്ദ് അങ്ങനെ കുറെ വിഷ്ണുമാരുണ്ട്. പിന്നെ വിഷ്ണു ആണല്ലോ, അതുകൊണ്ട് അതാണ് വിഷ്ണു ഒരുപാട് ആൾക്കാർ സർവം കൺട്രോൾ ചെയ്യുന്ന ആളായതുകൊണ്ട് നമ്മൾ അംഗീകരിച്ചു വിടും. എന്താണെങ്കിലും കുഴപ്പമില്ല. പക്ഷെ കീഴിൽ അപ്ഡേറ്റ്സ് പറയുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതൊരു സത്യം. നമ്മൾ ഇയാളെയല്ല ഇന്നലെ നമ്മള് സിനിമ പറഞ്ഞ എന്നുള്ള ഓർമ്മ ഇതിലേക്കാ പോണത്. പെട്ടെന്ന് PSC പഠിക്കുന്ന സമയത്ത് പോലും ഇത്രയും ബുദ്ധിമുട്ടും കൺഫ്യൂഷൻ ഉണ്ടായിരുന്നില്ല. സത്യമായിട്ട് പറയാം, ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ തിരിച്ചും മറിച്ചും ഒക്കെ ഇട്ടിട്ടുള്ള പേരുകളാ. നമുക്ക് ഡൗട്ട് വരികയാണ്, ഇയാൾ തന്നെയല്ല ആ സിനിമ വിഷ്ണു വിനയ് ഈ സിനിമയിലെ ആള് ചേട്ടാ തെറ്റിയാണ് ഒന്നുകൂടെ നോക്കുക. അതാണ് നമ്മളിങ്ങനെ എടുത്ത് നോക്കും. അത് കാണാപ്പാട് അറിയില്ല ഇപ്പൊ, അങ്ങനത്തെ ഒരു അവസ്ഥയാണ്. എന്താണെങ്കിലും സിനിമ 6 ലാംഗ്വേജിൽ പാൻ ഇന്ത്യൻ സിനിമയായിട്ടാണ് വരുന്നത് കേട്ടോ. പാൻ ഇന്ത്യൻ സ്റ്റാർ ആണല്ലോ, ഇനി അങ്ങനെയല്ലേ പറ്റൂ. ഇനി അങ്ങനെയുള്ള സംഭവങ്ങളാണ് വരിക. അതെ. വെയിറ്റിംഗ്. ബ്രൊമാൻസ് സിനിമയുടെ വീക്കെൻഡ് കളക്ഷൻ വന്നിട്ടുണ്ട് 11.18 CR. 7-8 അല്ലേ? നിനക്ക് ഇഷ്ടപ്പെടാത്തതുകൊണ്ട് നീ 60 ലക്ഷം കുറച്ചു. 11.78 CR. ഇതാണ് വീക്കെൻഡ് ബ്ലോക്ക് ബസ്റ്റർ തോന്നുന്നു. വീക്കെൻഡ് കളക്ഷൻ വന്നിരിക്കുന്നത്. എന്താണെങ്കിലും വരുമോ? ഷെയർ മാത്രമേ പറയാൻ പാടുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് പറയാൻ പറ്റൂല. അങ്ങനെ പറഞ്ഞാൽ എന്തോരം പറയുള്ളൂ. ഷെയർ മാത്രം പറയുകയാണെങ്കിൽ ഇതിന്റെ എത്ര പറയാ. ഷെയർ എത്തിയില്ല.
എന്താണെങ്കിലും ഷെയറൊക്കെ ഉണ്ട് അതല്ല. സമയം എന്താണെങ്കിലും ഉടനെ തന്നെ വരാം. ഓഫീസർ ഓൺ ഡ്യൂട്ടിയുടെ റിവ്യൂ ആയിട്ട് ഞങ്ങൾ പോവാണ്. ബൈ ബൈ. അടുത്ത ത്രില്ലിലാണ്. യെസ്, അടുത്ത ത്രില്ലിലാണ്. ത്രില്ല് ക്ലൈമാക്സ് കാണണം. അതിന്റെ ടാറ്റ കൊടുത്തിട്ട് ക്ലൈമാക്സിൽ ഭീകരമായിട്ടുള്ള വയലൻസ്. ഞാൻ പോവാട്ടോ.